പ്രൈസ് ദി ലോർഡ്. അതെ, ഒരു മനുഷ്യന് മുൻകോപം നല്ലതല്ല കേട്ടോ. ദൈവത്തിന്റെ വചനം പറയുന്നു, കോപിച്ചാൽ പാപം ചെയ്യരുത്. ദൈവത്തിന്റെ വചനം രണ്ടാമത് പറയുന്നു, ശത്രുവിനെ സ്നേഹിക്കുക. നമ്മൾ ശത്രുവിനെ സ്നേഹിച്ചാൽ എന്താ സംഭവിക്കണേ? നമ്മുടെ ജീവൻ അപകടത്തിൽപ്പെടാണ്ട് നമുക്ക് നല്ല സന്തോഷവും ആശ്വാസവും കിട്ടും. മുൻകോപം വന്നിട്ടല്ലേ ചില വ്യക്തികൾ ചില മനുഷ്യരെയൊക്കെ കൊല്ലുന്നത് അല്ലേ? സംശയ വിചാരങ്ങളുടെ മധ്യേ ഭർത്താവ് ഭാര്യയെ കൊല്ലുന്നു. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കുക, ഈ മുൻകോപം വന്നാൽ, ക്ഷമയില്ലായ്മ വന്നാൽ എന്താ സംഭവിക്കണേന്ന് പറഞ്ഞാൽ, നിങ്ങളൊരാളെ കൊല്ലുന്നു. കൊല്ലുമ്പോൾ ഉണ്ടാവുന്ന കാര്യം എന്താ? നിങ്ങൾ എന്നാലും പിടിക്കപ്പെടും. നിയമത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ പിടിക്കപ്പെടും. അപ്പോൾ നിങ്ങളൊരു കാരാഗൃഹത്തിൽ ജയിലടയ്ക്കപ്പെടും. നിയമം അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ ദൈവം നമുക്ക് തന്നേക്കുന്ന ഒരു സന്ദേശമുണ്ടല്ലോ, നിങ്ങൾ ശത്രുവിനെ സ്നേഹിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരെയും കൊല്ലേണ്ടി വരില്ല. നിങ്ങളുടെ ജീവിതത്തിൽ താഴ്മയുണ്ടാവും, വിനയം ഉണ്ടാവും. നമ്മൾ സത്യസന്ധമായി ജീവിക്കാൻ ശ്രമിക്കുക. ദൈവത്തിൻ്റെ വചനങ്ങൾ പ്രമാണിക്കുക. ദുഷ്ടചിന്തകൾ നമുക്ക് പാടില്ല. നമ്മൾ ഒരു നുണ കേൾക്കാൻ പാടില്ല. നല്ല സന്ദേശങ്ങൾ ശ്രദ്ധിക്കുക. നല്ല സ്വഭാവത്തിൽ വളരുക.